നമസ്കാരം. മാസങ്ങൾക്ക് ശേഷം ഹോർമുസ് തുറക്കാനുള്ള വഴി തെളിയുകയാണ്. ഇതിനായുള്ള ചർച്ചകൾ പൂർത്തിയായി എന്ന് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെ തലവന്മാരുമായി സംസാരിച്ചുവെന്ന്, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി സമാധാന കരാറിലെ വ്യവസ്ഥകൾ അന്തിമമാക്കുകയാണ് എന്നാണ് ട്രംപ് കുറിച്ചത്. അതായത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം എത്തിയത്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി രൂക്ഷമാകുകയും പണപ്പെരുപ്പ ഭീഷണി വർദ്ധിക്കുകയും ചെയ്ത പ്രശ്നത്തോടെ ഇതോടെ പരിഹാരം കാണാനാകും എന്നതാണ് ട്രംപിന്റെ പ്രതീക്ഷ. എന്നാൽ ട്രംപിന്റെ വാദത്തെ അപ്പാടെ തള്ളിക്കൊണ്ടാണ് ഇറാനിയൻ വ്യക്തികൾ രംഗത്തെത്തിയത്. ഹോർമുസ് ഇപ്പോഴും ഇറാന്റെ നിയന്ത്രണത്തിലാണ്, മറിച്ചുള്ള യുഎസ് വാദങ്ങൾ വെറും പൊള്ളയാണെന്നും തെറ്റാണ് എന്നാണ് ഇറാന്റെ വാദം. എന്തായാലും വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടുമെന്നും ഉപരോധമുള്ള ഇറാന്റെ വിദേശ ആസ്തികളുടെ വിലക്ക് നീക്കുന്ന കാര്യം യുഎസ് പരിഗണിച്ചേക്കും എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇരുഭാഗവും പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ ആണവ ഗവേഷണത്തെക്കുറിച്ചും വ്യക്തത വന്നിട്ടില്ല. ഹോർമുസ് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ആ പ്രഖ്യാപനം രാജ്യാന്തര തലത്തിൽ പോലും നിക്ഷേപകർ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തിങ്കളാഴ്ച ക്രൂഡ് ഓയിൽ വില താഴാൻ സാധ്യതയുണ്ട് എന്ന്, സ്വർണ്ണവില വർദ്ധിച്ചേക്കും ചെയ്യും. എന്തായാലും ഓഹരി വിപണിയിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത്. കഴിഞ്ഞ ആഴ്ചയും സമാനമായ പ്രതീക്ഷയിൽ വിപണി നേട്ടമുണ്ടാക്കിയിരുന്നു. യുഎസ് പ്രസിഡന്റിന്റെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ കാതോർക്കുകയാണ് നിലവിൽ നിക്ഷേപകർ എന്ന് സാരം. എന്നാൽ വൈറ്റ് ഹൗസിൽ വെടിവയ്പുണ്ടായത് സമാധാന ശ്രമങ്ങളെ അപ്പാടെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയാണ്. ഇറാനുമായുള്ള കരാർ പ്രഖ്യാപനം വൈകിയേക്കും എന്നാണ് ഇതോടെ ചില വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാൻ യുഎസ് ബന്ധത്തിന് പരിഹാരമാകണമെന്ന പ്രതീക്ഷയിലായിരുന്നു വെള്ളിയാഴ്ച, അതായത് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ വിപണി സ്വാഭാവികമായും ഉയർന്നിരുന്നു. അതായത് നിഫ്റ്റി കയറ്റത്തിലായിരുന്നു. സമാധാന ശ്രമങ്ങൾക്ക് അപ്രതീക്ഷിതമായ ടെസ്റ്റുകൾ ഉണ്ടായി എങ്കിലും നിഫ്റ്റി മുന്നേറ്റം തുടർന്നു. എന്തായാലും ഇന്ത്യൻ ഓഹരി വിപണി തിങ്കളാഴ്ച നേട്ടത്തിൽ വ്യാപാരം തുടങ്ങും എന്നതിന്റെ സൂചനയാണ് ഇതെന്നാണ് വ്യക്തമാക്കുന്നത്. വിപണി വരും വാരത്തിൽ ചാഞ്ചാട്ടത്തിലാവാനുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. വിപണി തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യത്തിലാണ് എങ്കിലും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം തിരിച്ചടിയാകുന്നുണ്ട്. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. വിദേശ നിക്ഷേപകർ വിറ്റൊഴിക്കുന്നത് വിപണിയിലെ അനിശ്ചിതത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2026 ഇതുവരെ 2.2 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ ഇവർ പിൻവലിച്ചിരുന്നു. മെയ്യിലേത് മാത്രം 30,374 കോടി രൂപയിലെത്തിയിരുന്നു. വെള്ളിയാഴ്ച വിദേശികൾ 4,440 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റുലച്ചത്. എന്തായാലും രൂപയുടെ വിനിമയ നിരക്ക് മെച്ചപ്പെടുന്നത് വിദേശ നിക്ഷേപകരെ തിരിച്ചു കൊണ്ടുവരാൻ ഉതകും എന്നാണ് പ്രതീക്ഷ. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കും മെച്ചപ്പെട്ടിട്ടുണ്ട്. റെക്കോർഡ് തകർച്ചയിൽ നിന്നും സാവധാനം തിരികെ കരകയറാൻ രൂപ വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ തന്നെ 76 പൈസ നേട്ടമുണ്ടാക്കിയിരുന്നു. ഇതോടെ ഡോളറിനെതിരെ മൂല്യം 95.60 എന്ന നിലയിലേക്ക് മെച്ചപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച 50 പൈസ ഉയർന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വരുമെന്ന വാർത്ത വന്നതോടെയാണ് ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു താഴ്ന്നതായെന്നാണ് റിപ്പോർട്ട്. എന്തായാലും യുഎസും ഇറാനും സമാധാന കരാറിലെത്തില്ലെന്ന വാർത്തകളെ തുടർന്ന് വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ വില ഉയർന്നിരുന്നു. ബ്രന്റ് ക്രൂഡ് $103, WTI $96, മാർബൺ $102 ക്ലോസ് ചെയ്തത്. ഹോർമുസ് തുറക്കുമെന്ന വിഷയത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ വില സ്വാഭാവികമായും താഴ്ന്നു വരും. ഇത് പണപ്പെരുപ്പ ഭീഷണി കുറയ്ക്കുകയും ഓഹരി വിപണികൾക്ക് ആവേശമാവുകയും ചെയ്യും. എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്നു.